ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അബ്ദുൾ ഹക്കീം ഉണ്ടെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളും ആയിരുന്നു. അതേ കൂട്ടത്തിൽ അനാൻഷയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ നമ്മളെ ഫസ്മിനിക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് പറയുന്നുണ്ടായിരുന്നു, നീയും അതോടെ തന്നെ അബ്ദുൾ ഹക്കീമും ഭയങ്കര കൂട്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, നീയും അവനും കൂടെ ചേർന്നാണ് ഇതിനകത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഫസ്മിന് ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ പരിചയം ഉണ്ടെന്നൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അവനുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര വലിയ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അവനും ഉണ്ടെങ്കിൽ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പിന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് അതിനുശേഷം ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തുണ്ടെങ്കിൽ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. അവനുണ്ടെങ്കിൽ ഒരു ദിവസം ഇത് കണക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് കണക്ക് ഓരോരോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരെക്കുറിച്ച് ഞാൻ പറയുന്ന സ്റ്റോറിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീ ഇടണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ അത് കേട്ടിട്ട് ഇതേ കണക്കത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ അവനുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. കാരണം അവർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാനല്ല അവനാണെന്നുള്ള രീതിയിൽ പറയണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുമായിട്ടുണ്ടെങ്കിൽ സംസാരിക്കുകയും പൈസയൊക്കെ വാങ്ങുന്നുള്ള രീതിയിലായിരുന്നു ഫസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അപ്പോൾ അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതേ കണക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് അവ ഇതേ കണക്കത്തുള്ള ഉടായിപ്പാന്ന്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അവനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അവർ ചാറ്റ് ചെയ്തതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവനെടുത്തുണ്ടെങ്കിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. ഉടനെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അവൻ്റെ അടുത്ത് പറയണം ആ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കാൻ, ഇല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ആത്മഹത്യ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഫസ്മിനിക്ക് ഭയങ്കരമായിട്ട് വിഷമം അതോടെ തന്നെ പേടിയൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഹക്കീമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി പറഞ്ഞ് അവളുടെ ആത്മഹത്യ എന്നുള്ള രീതിയിൽ. സോ അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് നമുക്ക് അത് കുഴപ്പമില്ല, അവളുടെ അടുത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞെന്നുള്ള രീതിയിലായിരുന്നു. സോ ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഫസ്മിനിക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിലായി അവനുണ്ടെങ്കിൽ മോശമാണ്, അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ തൊപ്പിയുടെ കാര്യമാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ തൊപ്പി ഇത് കണക്കുണ്ടെങ്കിൽ കേസ് വന്നപ്പോൾ തൊപ്പി ഭയങ്കരമായിട്ട് കള്ളനാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ തന്നെ എൻ്റെ പേര് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്മിന് ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ. അതോടെ തന്നെ ഒരു കൂട്ടുകാരൻ തൊപ്പിക്കുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ മരിക്കാൻ കാരണം എന്നുള്ള രീതിയിലും അവനാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതായിരുന്നു അബ്ദുൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അവൻ ഉണ്ടാക്കി പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവനുണ്ടെങ്കിൽ ഞാനാണ് ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് എൻ്റെ പേരൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഫസ്മിനിക്കെതിരെ ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്മിന് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ ലല്ലുവിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലല്ലു നല്ലവനൊന്നുമല്ല, തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവനും ഉണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഫസ്മിനയുടെ സഹോദരി ഡയറി എടുക്കുക, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ വെളിയിൽ വന്നിട്ട് അവസാനം ഫസ്മിനെ ഉണ്ടെങ്കിൽ പ്രശ്നത്തിലാവുകയും പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യമേ ലല്ലുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവളുടെ ഈ ഡയറിയെക്കുറിച്ചുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാസ്കറ്റായ അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന ഇവനുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ആൾക്കാരെ പറ്റി ഉണ്ടെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോസ് വീഡിയോ ആയിട്ടായിരുന്നു രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവസാനം ആയപ്പോഴത്തേക്ക് അവൻ തന്നെ എക്സ്പോസ് ആയെന്നുള്ള രീതി പറഞ്ഞാൽ മതി. അതിന് മെയിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഡ്രേക്കിൻ്റെ അകത്തൊരു വീഡിയോ ആയിരുന്നു ഇതാണ് ആൻ്റണി പെപ്പയെക്കുറിച്ചുള്ള കാര്യം. അതിൽ നിന്ന് എത്ര പൈസ കിട്ടി, അനാൻഷ അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിന്ന് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവൻ വന്ന് റിയാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഇവനുണ്ടെങ്കിൽ പാവമാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ലൈവ് വന്നത്. അവ അറിയാതെ വന്നതാണ്. അതിലുണ്ടെങ്കിൽ പുകയ്ക്കുന്നത് കണ്ടിട്ട് അവസാനം അവിടെ ഉള്ള ഒരാൾ തന്നെ പരാതി കൊടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അകത്താന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത്. സോ എന്തായിരുന്നാലും ശരി, അതേ കൂട്ടത്തിൽ തന്നെ ഫസ്മിനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേ കണക്ക് ചെയ്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വേറെ ആൾക്കാരായിക്കോട്ടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കണക്ക് ആരെങ്കിലും പറ്റി ഇടാൻ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള പോസ്റ്റോ കാര്യങ്ങളോ അങ്ങ് ചുമ്മാ ഇടുകയല്ല ചെയ്യേണ്ടത്. കാരണം നമുക്ക് മനസ്സിലാവണം അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവസാനം അത് നമുക്ക് പണിയാവും എന്നുള്ള രീതിയിലെങ്കിലും മനസ്സിലാവണം. ഇപ്പം ഒരുപാട് പേരുണ്ട് കൂട്ടുകാരെന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവസാനം ഉണ്ടെങ്കിൽ ഭാവിയിൽ പണി കിട്ടുമ്പോഴത്തേക്ക് മറ്റവന്മാരൊന്നും കാണത്തില്ല, ഇവർ മാത്രമേ കാണത്തുള്ളൂ. അവസാനം യവന്മാർക്കായിരിക്കും പണി കിട്ടുന്നത്, മറ്റവന്മാരും മുങ്ങുകയും ചെയ്യും.
അതേ കണക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഫസ്മിനയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത് അത്ര വിശ്വസിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ അവൻ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി എടുത്ത് ഇടുകയും അവസാനം ഉണ്ടെങ്കിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുകയും ഇവന്മാർ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വിളിക്കുമ്പോൾ അവനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പറയാനോ പറ്റത്തില്ല. അവസാനം ഉണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും സമയം എടുത്ത് അവ എന്നെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്നെയും ഇത് കണക്ക് ഉണ്ടെങ്കിൽ എന്നെ വെച്ച് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ അതും കറക്റ്റില്ല. അല്ലെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിയിൽ പറയേണ്ടതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമുക്കുണ്ടെങ്കിൽ അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മളാരെങ്കിലും മുതലെടുക്കാൻ നോക്കുകയാണെങ്കിൽ ഉള്ളെങ്കിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അതുകൊണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇല്ലെങ്കിൽ ഇത് ഇവിടം വരെ വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഫസ്മിനെ ഇത് കണക്ക് ഫസ്മിനെ വിളിച്ച് പറ്റിക്കാൻ നോക്കി അല്ലെങ്കിൽ ഇത് കണക്ക് ഉപയോഗിക്കാൻ നോക്കിയെന്ന് മനസ്സിലായപ്പം തന്നെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയോ കാര്യങ്ങളോ ഇട്ടിരുന്നെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ആർക്കും ഇതേ കണക്കത്തുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരത്തില്ലായിരുന്നു. പക്ഷെ അതൊന്നും ഇടാതുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ പറയുന്ന കണക്ക് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊപ്പിയുടെ കാര്യമായിരുന്നാൽ പോലും തൊപ്പിയുടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തുണ്ടെങ്കിൽ ഈ ഫസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മനസ്സിലായതിന് ശേഷമായിരുന്നു ഇവരുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തൊപ്പിക്കെതിരെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കൂട്ടത്തിലാണെങ്കിൽ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാരുണ്ടെങ്കിൽ ആത്മഹത്യ അവനാണ് കാരണം അതുണ്ടെങ്കിൽ ഫസ്മിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവോടെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവനുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്നിട്ട് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഫസ്മിനെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സത്യമായിരുന്നെങ്കിൽ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്മിനിക്ക് ക്ലാരിഫൈ ചെയ്യായിരുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവനുണ്ടെങ്കിൽ കള്ളം പറയുക എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഫസ്മിന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ കാര്യങ്ങളെല്ലാം സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുക മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ അബ്ദുൾ ഹക്കീം ഉണ്ടെങ്കിൽ ഇത് കണക്ക് പ്രശ്നത്തിലായതിനു ശേഷം ആൾക്കാർ വന്ന് ഇത് കണക്ക് നീയും പങ്കുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കണക്ക് അവനും എന്നെ മുതലെടുത്ത് അല്ലെങ്കിൽ എന്നെയും പറ്റിക്കാൻ നോക്കി. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാനുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അവൻ പറഞ്ഞത് കള്ളം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പോട്ടേക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് അവൻ പിടിക്കപ്പെട്ടതിന് ശേഷം ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് പറയുന്നതിന് ശേഷമാണ് ഇതേണത്തുള്ള കാര്യമായിട്ട് വെളിയിൽ വരുന്നത്. സോ അതത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ അവർക്ക് യഥാർത്ഥ ക്വാളിറ്റി എന്തുവാണ്. ഇപ്പം നമുക്കുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്തുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ വിശ്വസിക്കാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആരാധിക്കാറൊക്കെ ഉണ്ട്. സോ ഇവർ പറയുന്ന എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും ഇത് ചിലതൊക്കെ പറയുന്ന കള്ളം എന്നുള്ള രീതിയിൽ. പക്ഷേ കുറേ പേരുണ്ട് ഇവർ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നവരുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. സോ അങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇത് കണക്ക് കള്ളത്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു മെൻറ്റാലിറ്റി അത് മാറുന്നതായിരിക്കും. പിന്നെ ആരും വിശ്വസിക്കാനും തുടങ്ങത്തില്ല. സോ ഇങ്ങനത്തെ ഉള്ളവരൊന്നും വിശ്വസിക്കാതിരിക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായിരുന്നാലും ശരി ഇപ്പോഴും അവനോടുള്ള ഫ്രണ്ട്ഷിപ്പ് മൊത്തത്തിൽ കട്ട് ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇത് കണക്ക് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാനും അവനുമായിട്ട് ബന്ധമില്ലെന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഉള്ളതാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല.